ഹായ് മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് KPSTA നടത്തിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് കേട്ടോ. പേപ്പർ 2 ആണ്. പേപ്പർ 1 നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ട്. മക്കൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. മാത്സ് ക്രിയകളോട് കൂടിയിട്ടാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. മക്കൾ മുഴുവനായിട്ട് കാണുക, നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് മലയാളം ഒരു കവിത നൽകിയിട്ടുള്ളത്. കാട്ടിൻ വക്കത്തെ മാളിക വീട്ടിലെ നാറ്റു നോറ്റൊരു ഉണ്ണി പിറന്നു. കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണി കാതിൽ കടുക്കൻ പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരോയി ചൊപ്പി വടിച്ചിട്ടു മാനത്തമ്പിളി മാമനെ കണ്ടിട്ടു കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാലോ പേനരിച്ചാലോ തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ടു തങ്കക്കട്ടിലിൽ പട്ടു വിരിച്ചിട്ടു തണുതണുപ്പു തുട തട്ടിയുറക്കിയിട്ടു ചാഞ്ഞു മയങ്ങുന്നു നങ്ങേലി. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ പൂതപ്പാട്ട് എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. കവിത ചൊല്ലിക്കല്ലേ വായിച്ചിക്കാണില്ലേ. എൻ്റെ മക്കൾക്കൊക്കെ നന്നായിട്ട് ചൊല്ലാനറിയും. ഒന്ന് കവിത ചൊല്ലി നോക്കണം കേട്ടോ. ഇനി ഈ കവിതക്കൊരു രചനാ പരിചയക്കുറിപ്പ് തയ്യാറാക്കണം. 5 മാർക്കിനാണ് കേട്ടോ. കൂട്ടുകാർ ഇടശ്ശേരി കവിതകൾ വായിച്ചിട്ടുണ്ടോ? മഹാകവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ കവിതയാണ് പൂതപ്പാട്ട്. മാതൃത്വത്തിൻ്റെ തീവ്രതയും ഭാവങ്ങളും പകർന്നു നൽകുന്ന കവിതയാണിത്. നങ്ങേലി എന്ന അമ്മയുടെ മാതൃസ്നേഹമാണ് ഈ കവിതയിൽ ഇടശ്ശേരി എടുത്തു കാണിക്കുന്നത്. മാതൃത്വത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന ഈ കവിത വളരെ ലളിതവും രസകരമായും ആസ്വദിച്ച് ചൊല്ലാൻ കഴിയുന്ന രീതിയിലുമാണ് രചിച്ചിട്ടുള്ളത്. നിങ്ങളും ഒന്ന് വായിച്ചു നോക്കൂ. 2. പഞ്ചവൻ കാട്ടിൽ എല്ലാവരും സന്തോഷത്തിലാണ്. കാനന പഞ്ചായത്ത് കാട്ടിൽ ആദ്യമായി ഒളിമ്പിക്സ് മത്സരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രായഭേദമന്യേ ഏവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം എന്നതാണ് മേളയുടെ പ്രത്യേകത. കാനന മേളയുടെ കൺവീനറായി ചിന്നൻ കടുവയെ തിരഞ്ഞെടുത്തു. ഈ വിവരം കാട് മുഴുവൻ അറിയിക്കണം. അതിനായി മത്സര ഇനങ്ങളും അവ നടത്തുന്ന സ്ഥലങ്ങളും ഉദ്ഘാടന ദിവസവും സമയവും ഒക്കെ ഉൾപ്പെടുത്തി നോട്ടീസ് തയ്യാറാക്കി എല്ലാവർക്കും നൽകാൻ തീരുമാനിച്ചു. ഉദ്ഘാടന പരിപാടിക്ക് സ്വാഗതം പറയുന്നത് ചോട്ടുമുയൽ. അധ്യക്ഷത വഹിക്കുന്നത് കാനന പഞ്ചായത്ത് പ്രസിഡന്റ് കൊമ്പനാനയാണ്. മേളയുടെ മുഖ്യാതിഥി മികച്ച ഓട്ടക്കാരിയായ എമ്മ എന്ന ഒട്ടകപ്പക്ഷിയാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് കാട്ടിലെ കുസ്തി താരമായ ചിങ്കൻ കരടിയും. വിവരങ്ങൾ, നിബന്ധനകൾ തുടങ്ങിയവ സുപ്രൻ കുറുക്കൻ അവതരിപ്പിക്കും. പരിപാടിക്ക് ചിന്നുമാൻ നന്ദി അർപ്പിച്ച് സംസാരിക്കും. സമ്മാന വിതരണം നടത്തുന്നത് കാനന പഞ്ചായത്ത് അംഗം ചീരുമുയലാണ്. ഇതിൽ പറയുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി ഒരു നോട്ടീസ് തയ്യാറാക്കുക. ഹെഡിങ് നമുക്ക് 1ാം ഒളിമ്പിക്സ് മത്സരം എന്ന് നൽകാം. താഴെ സ്ഥലം, ഡേറ്റ്, സമയം. ചോല 2026 ഫെബ്രുവരി 26 വ്യാഴം രാവിലെ 9 മണിക്ക്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 1ാം ഒളിമ്പിക്സ് മത്സരം 2026 ഫെബ്രുവരി 26 വ്യാഴാഴ്ച 9 മണിക്ക് കാനന ചോലയിലെ കാനന ഗ്രൗണ്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച വിവരം സന്തോഷത്തോടെ അറിയിക്കുകയാണ്. അയാൾക്ക് സ്വാഗതം പറയുന്നത് ചോട്ടുമുയലാണ്. അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൊമ്പനാന. മുഖ്യാതിഥി ഓട്ടക്കാരി ഒട്ടകപ്പക്ഷി എമ്മയാണ്. ഉദ്ഘാടനം ഗുസ്തി താരം ചിങ്കൻ കരടിയും. മത്സര വിവരങ്ങളെല്ലാം സുപ്രൻ കുറുക്കനും അവതരിപ്പിക്കും. സമ്മാന വിതരണം നടത്തുന്നത് ചീരുമയിലാണ്. ചിന്നുമാനിൻ്റെ നന്ദിയോടുകൂടി പരിപാടി അവസാനിക്കും. മത്സരത്തിൽ പങ്കെടുക്കുവാൻ എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ചിന്നൻ കടുവ കൺവീനർ. താഴെയായിട്ട് ഡേറ്റ്, എന്നാണ് നമ്മൾ നോട്ടീസ് അയക്കുന്നത്, ആ ഡേറ്റ്, സ്ഥലം 20/2/2026 കാനനച്ചോല. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ്. നിന്നു ലേൺ ടു റീഡ് ബുക്സ് വിത്ത് ഹെൽപ്പ് ഓഫ് ദീദി. സഹായത്തോടെ നിന്നു ബുക്കൊക്കെ വായിക്കാൻ പഠിച്ചു. എ റീഡിംഗ് കോമ്പറ്റീഷൻ വാസ് കണ്ടക്റ്റഡ് അറ്റ് ദ വില്ലേജ് ലൈബ്രറി ആസ് പാർട്ട് ഓഫ് ദ റീഡിംഗ് ഡേ സെലിബ്രേഷൻ. നിന്നു വോൺ ദ ബെസ്റ്റ് റീഡേഴ്സ് അവാർഡ്. ഷീ വാസ് വെരി ഹാപ്പി ദാറ്റ് ഡേ. നിന്നു ഷെയർഡ് ഹെർ ഹാപ്പിനെസ് വിത്ത് ദീദി. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ നിന്നു ആൻഡ് ദീദി. ഇത് മക്കളൊന്ന് എഴുതി നോക്കണം കേട്ടോ. സിമ്പിളാണല്ലേ. എനിക്കിന്നൊരു അവാർഡ് കിട്ടി, ബെസ്റ്റ് അവാർഡ് കിട്ടി എന്നൊക്കെ നിന്നു പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ദീദി ചോദിക്കും എവിടെ നിന്നാണ് അല്ലേ. അങ്ങനെ ഒന്ന് കോൺവെർസേഷൻ ഒന്ന് എഴുതി നോക്കുക കേട്ടോ. മാത്സ് നമുക്ക് വിശദമായിട്ട് ആൻസർ ചെയ്യാം. 4ാമത്തെ ക്വസ്റ്റ്യന് മാത്സ്. 2028 ജനുവരി 1 ശനിയാഴ്ചയാണെങ്കിൽ താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. 2008 ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? ആൻസർ ഞായറാഴ്ച. സാധാരണ വർഷങ്ങളിൽ ജനുവരി 1 ഏത് ദിവസമാണോ അതേ ദിവസം തന്നെയായിരിക്കും ഡിസംബർ 31.
എന്നാൽ അതിവർഷങ്ങളിൽ ഒരു ദിവസം കൂടും. 2028 അതിവർഷമാണ്. ജനുവരി 1 ശനിയാഴ്ചയാണെങ്കിൽ ഡിസംബർ 31 ഞായറാഴ്ചയായിരിക്കും. ഇനി ബി ക്വസ്റ്റ്യന് 2027 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? ആൻസർ വെള്ളിയാഴ്ചയായിരിക്കും. 2028 ജനുവരി 1 ശനിയാഴ്ചയാണെങ്കിൽ അതിൻ്റെ തൊട്ടു പിന്നിലെ ദിവസം വെള്ളിയാഴ്ചയായിരിക്കും. അതായത് ഡിസംബർ 31 വെള്ളി. ഡിസംബർ 31 വെള്ളിയാഴ്ചയാണെങ്കിൽ ജനുവരി 1 വെള്ളിയാഴ്ചയായിരിക്കും. സി ക്വസ്റ്റ്യന് 2028 റിപ്പബ്ലിക് ദിനം ഏത് ദിവസമാണ് ആചരിക്കുക? റിപ്പബ്ലിക് ദിനം ജനുവരി 26 അല്ലേ? ജനുവരി 1 ശനി. 1-ാം തീയതിയും 29-ാം തീയതിയും ഒരുപോലെ ആയിരിക്കും. 29 ശനി, 28 വെള്ളി, 27 വ്യാഴം, 26 ബുധൻ. ആൻസർ ബുധനാഴ്ച. ഡി ക്വസ്റ്റ്യന് 2028 ഫെബ്രുവരി മാസത്തിൽ എത്ര തിങ്കളാഴ്ചകൾ ഉണ്ടായിരിക്കും? നമുക്ക് ഫെബ്രുവരി 1 ഏത് ദിവസമാണെന്ന് കണ്ടെത്തണം. ജനുവരി 1 ശനി, ജനുവരി 29 ശനി, 30 ഞായർ, 31 തിങ്കൾ, ഫെബ്രുവരി 1 ചൊവ്വ. കലണ്ടർ ക്ലോക്ക് ഉൾപ്പെടുത്തിയിട്ട് വിശദമായിട്ട് ക്ലാസ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക. മക്കൾ അതൊന്ന് പോയി കാണണം കേട്ടോ. 31 ദിവസങ്ങളുള്ള മാസങ്ങളിൽ 1, 2, 3 തീയതികൾ 5 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. 30 ദിവസങ്ങളുള്ള മാസങ്ങളിൽ 1-ാം തീയതിയും 2-ാം തീയതിയും 5 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. 29 ദിവസങ്ങളുള്ള മാസങ്ങളിൽ, അതായത് ലീപ്പ് ഇയർ ആയ അതിവർഷങ്ങളിലെ ഫെബ്രുവരിയിൽ 1-ാം തീയതി 5 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. 1-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച 5 ദിവസങ്ങളുണ്ടായിരിക്കും. നമ്മോട് ചോദിച്ചിട്ടുള്ള ചോദ്യം തിങ്കളാഴ്ച എത്ര ദിവസങ്ങളാണെന്നാണ്. അല്ലാത്ത ദിവസങ്ങളൊക്കെ 4 ദിവസങ്ങളായിരിക്കും. തിങ്കളാഴ്ച 4. ഈ 2028 ജനുവരി മാസത്തിൽ 5 പ്രാവശ്യം വരുന്ന ദിവസങ്ങൾ ഏതൊക്കെ? 1, 2, 3 തീയതികൾ 5 ദിവസങ്ങളുണ്ടായിരിക്കും. 1-ാം തീയതി ശനി, 2 ഞായർ, തിങ്കൾ, 3. ദേവിൻ്റെ അമ്മ അച്ഛൻ വിദേശത്തു നിന്നും അയച്ച പണം എടുക്കാൻ ബാങ്കിൽ പോയി. 50ൻ്റെയും 100ൻ്റെയും കെട്ടുകളായിട്ടാണ് പണം കിട്ടിയത്. 2 കെട്ടിലും 50 വീതം നോട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിൽ എ ക്വസ്റ്റ്യന് ബാങ്കിൽ നിന്നും ആകെ പിൻവലിച്ച പണം എത്ര? 50ൻ്റെ 50 കെട്ടുകളായിരിക്കും അല്ലേ? 50 ഗുണിക്കണം 50. ആൻസർ എത്രയാണ്? 2500. അതുപോലെ 100ൻ്റെ 50 കെട്ടുകൾ, 100 ഗുണിക്കണം 50, 5000. ഇനി ആകെ ഇത് കൂട്ടുക. 5000 പ്ലസ് 2500, 7500. 7500. ആ തുകയിൽ നിന്ന് 2468 രൂപയ്ക്ക് വീട്ടുസാധനങ്ങളും 532 രൂപയ്ക്ക് ഇഷാൻ ദേവിന് ഒരു സ്കൂൾ ബാഗും 800 രൂപയ്ക്ക് വീട്ടാവശ്യത്തിനായി ഒരു കുക്കറും വാങ്ങി. ബാക്കി എത്ര രൂപ അമ്മയുടെ കയ്യിലുണ്ടാകും? ഈ സംഖ്യകളൊക്കെ പ്ലസ് ചെയ്യുക അല്ലേ? ആൻസർ 3800 കിട്ടും. 3800 രൂപ. ഇനി സി ക്വസ്റ്റ്യന് ബാക്കിയുള്ളതിൻ്റെ തുക മുഴുവനും 100ൻ്റെ നോട്ടുകളായാണ് ഉള്ളത് എങ്കിൽ അമ്മയുടെ കൈവശം 100ൻ്റെ എത്ര നോട്ടുകൾ ഉണ്ടാകും? എങ്ങനെ എടുത്ത പൈസ 7500. അതിൽ നിന്ന് 3800 കുറക്കുക. ആൻസർ 3700 കിട്ടും. എത്ര 100ൻ്റെ നോട്ടുകൾ ഉണ്ടായിരിക്കും? 37. പരിസര പഠനം 6ാമത്തെ ചോദ്യം. മാളു ടീച്ചറോടും കൂട്ടുകാർക്കുമൊപ്പം കുളം സന്ദർശിച്ചു. അവൾ കണ്ടെത്തിയ വിവരങ്ങൾ തൻ്റെ പരിസര പഠന നിരീക്ഷണ ഡയറി കുറിപ്പിൽ രേഖപ്പെടുത്തി. നമുക്ക് പൂർത്തിയാക്കിയാലോ? ഇവിടെ ജീവികൾ അനുകൂലിന് നൽകിയിട്ടുണ്ട്. ഫസ്റ്റിൽ പൊന്മാൻ, നീണ്ടു കൂർത്ത ബലമുള്ള കൊക്ക്. അതിൽ എ അനുകൂലനം തന്നിട്ടുണ്ട്, ജീവികൾ തന്നിട്ടില്ല. അനുകൂലനം വായിക്കുക. വെള്ളത്തിലായിരിക്കുമ്പോൾ ത്വക്കിലൂടെ ശ്വസിക്കുന്നു. ജീവി തവളയാണ്. ഇനി ബി ക്വസ്റ്റ്യന് ഉരസിലെ ശൽക്കങ്ങൾ കരയിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. ആൻസർ നീർക്കോലിയാണ്. ഇനി താറാവിൻ്റെ അനുകൂലനം എന്തൊക്കെയാണ്? എണ്ണമയമുള്ള തൂവലുകൾ, ചർമ്മബന്ധിതമായ വിരലുകൾ. ഡി കുളത്തിലെ ജീവിയ അജീവിയ ഘടകങ്ങൾ പരസ്പരം ആശ്രയിക്കുന്നത് ഉദാഹരണ സഹിതം വിശദമാക്കുക. കുളത്തിലെ ജീവിയ ഘടകങ്ങളായ മത്സ്യം, തവള തുടങ്ങിയ ജീവികൾ അജീവിയ ഘടകമായ വെള്ളത്തെ ആശ്രയിക്കുന്നു. EVSൻ്റെ ഓരോ യൂണിറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിട്ട് നൽകിയിട്ടുണ്ട്. മക്കൾ അതൊക്കെ പോയി കാണാൻ നന്നായിട്ട് പഠിക്കുക. ഓക്കെ.